എല്ലാവർക്കും നമസ്കാരം. മക്കൾ യഹോവ തരുന്ന ദാനമാണ്. അവരെ നന്നായി രൂപപ്പെടുത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വവും. എന്തിനാണ് മക്കളെ പരിശീലിപ്പിക്കേണ്ടത്? അതിലാദ്യത്തേത് അനുസരണത്തിനായിട്ട്. അനുസരണം ലോകം വിശാലമാണെന്ന് പഠിപ്പിക്കുന്നതിനൊപ്പം അതിന് ചില അതിരുകളുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക കൂടിയാണ്. മറ്റൊന്ന്, ജീവിതത്തിലെ തെറ്റായ ഇച്ഛകളെ നിയന്ത്രിക്കുവാൻ അവരെ പര്യാപ്തരാക്കണം. കാരണം അവ ജീവിതത്തെ കാർന്നു തിന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജീവിതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ തെറ്റായ ഇച്ഛകളെ നിയന്ത്രിക്കേണ്ട വിധത്തിൽ നിയന്ത്രിക്കുവാൻ അവരെ സന്നദ്ധരാക്കണം. ദൈവത്തിനായും അവൻ്റെ ഇഷ്ടം അന്വേഷിക്കുവാനും അവരെ പരിശീലിപ്പിക്കണം. പ്രാർത്ഥിക്കുവാൻ അവരെ പഠിപ്പിക്കണം. തിരുവചനം വായിക്കുവാൻ അവരെ പഠിപ്പിക്കണം. സമർപ്പിതരാകുവാൻ അവരെ പഠിപ്പിക്കണം. നമ്മുടെ മക്കൾ ദൈവമക്കളായി തന്നെ വളരണം. അവരുടെ കഴിവുകൾ സാമൂഹിക നന്മയ്ക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം അവരെ സജ്ജരാക്കണം. മനുഷ്യ ജീവിതത്തിന് സാമൂഹിക കടപ്പാടുണ്ട് എന്ന ഉത്തരവാദിത്വ ബോധം അവരിലുണ്ടാകണം. ജീവിത സാഹചര്യങ്ങൾ എപ്പോഴും അനുകൂലമായെന്ന് വരികയില്ല. അനുകൂലമായാലും പ്രതികൂലമായാലും അവയെ അഹങ്കാരവും നിരാശയും കൂടാതെ അഭിമുഖീകരിക്കാനായിട്ട് അവരെ രൂപപ്പെടുത്തണം. ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട്, ചിൽഡ്രൻ ലേൺ മോർ ഫ്രം വാട്ട് യു ആർ ദാൻ വാട്ട് യു ടീച്ച്. നിങ്ങൾ എന്ത് പഠിപ്പിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ ആരാകുന്നു എന്നതിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കേണ്ടത് തങ്ങളുടെ ജീവിതത്തിലൂടെ ആയിരിക്കണം. നാദിയ ഥായോബ് എഴുതുന്നുണ്ട്, ദ മൈൻഡ് വിൽ വാഷ് ഓഫ് ബട്ട് ദ മെമ്മറീസ് വിൽ ലാസ്റ്റ്. കാലിൽ പറ്റുന്ന ചെളിയൊക്കെ കഴുകിക്കളയാം, പക്ഷേ ഓർമ്മകൾ കഴുകാനോ തൂത്തു തുറച്ചു കളയാനോ കഴിയുകയില്ല. അതുകൊണ്ട് രൂപപ്പെടുത്തുന്ന നല്ല ഓർമ്മകൾ അവരിൽ സൃഷ്ടിക്കുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ ദൗത്യമാണ്. സദൃശവാക്യങ്ങൾ 22 അധ്യായം 6 വാക്യം, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കർത്താവേ, ദൈവം തന്ന ദാനമാണല്ലോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ. കർത്തൃഹിതത്തിനായി അവരെ ഒരുക്കാൻ മാതാപിതാക്കൾ എന്ന നിലയിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ഓരോരുത്തർക്കും കഴിയണമേ. ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് പാഠങ്ങൾ ഒരുക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ. ഞങ്ങളുടെ വീടുകൾ അവരെ പരിശീലിപ്പിക്കുന്ന കളരികളാണ്. അവിടെ സ്നേഹവും നന്മയും നിറയണമേ. വഴിതെറ്റിപ്പോയ മക്കൾക്ക് തിരിച്ചുവരവ് കൊടുക്കണമേ. നല്ല മാതാപിതാക്കൾ എന്ന നിലയിലുള്ള ഉത്തരവാദിത്വ ബോധം നിറവേറ്റുവാൻ ഓരോരുത്തർക്കും സാധിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.